ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. കേരള ഗവേണൻസിലെ ഭരണഘടനാ സ്ഥാപനങ്ങൾ പാർട്ട് 1. ഓക്കെ, ഇന്ത്യയിൽ ഒരു ഭരണഘടനാ സ്ഥാപനം എന്നത് ഇന്ത്യൻ ഭരണഘടന സ്ഥാപിച്ച ഒരു ബോഡി അല്ലെങ്കിൽ സ്ഥാപനമാണ്. പാർലമെന്റിന്റെ ഒരു നിയമത്തിന് പകരം ഒരു ഭരണഘടനാ ഭേദഗതി ബില്ല് പാസ്സാക്കുന്നതിലൂടെ മാത്രമേ പുതിയ ഭരണഘടനാ സ്ഥാപനങ്ങൾ സൃഷ്ടിക്കാനോ മാറ്റാനോ കഴിയൂ. ഭരണഘടനാ സ്ഥാപനങ്ങളുടെ രൂപീകരണത്തിന് വഴിയൊരുക്കിയത് ഭരണനിർവഹണ വിഭാഗത്തിന്റെ ഇടപെടലുകളില്ലാതെ ദേശീയ പ്രാധാന്യമുള്ള മേഖലകളെ നിയന്ത്രിക്കാൻ കഴിയുന്ന സ്വതന്ത്ര സ്ഥാപനങ്ങളുടെ ആവശ്യകത മുൻനിർത്തി അവയുടെ രൂപീകരണത്തിന് ആവശ്യമായ വ്യവസ്ഥകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. ഭരണനിർവഹണ വിഭാഗത്തിന്റെ ഇടപെടലുകളില്ലാതെ ദേശീയ പ്രാധാന്യമുള്ള മേഖലകളെ നിയന്ത്രിക്കാൻ കഴിയുന്ന സ്വതന്ത്ര സ്ഥാപനങ്ങളുടെ ആവശ്യകത മുൻനിർത്തി അവയുടെ രൂപീകരണത്തിന് ആവശ്യമായ വ്യവസ്ഥകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. 76 ആർട്ടിക്കിൾ 76 എന്തിനാണ്? ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആണ്. ആർട്ടിക്കിൾ 76 ഇന്ത്യയുടെ അറ്റോർണി ജനറൽ. ആർട്ടിക്കിൾ 148 കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആണിത്. ഇവയൊക്കെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആണ്. ഓക്കെ, ഭരണഘടനാ സ്ഥാപനങ്ങളുടെ രൂപീകരണത്തിന് വഴിയൊരുക്കിയത്. ആർട്ടിക്കിൾ 76 ഇന്ത്യയുടെ അറ്റോർണി ജനറൽ. ആർട്ടിക്കിൾ 148 കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ CAG. ആർട്ടിക്കിൾ 165 അഡ്വക്കേറ്റ് ജനറൽ ഓഫ് സ്റ്റേറ്റ്. ആർട്ടിക്കിൾ 243 ആർട്ടിക്കിൾ 243 സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. ആർട്ടിക്കിൾ 243 സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആർട്ടിക്കിൾ 243 ZD ജില്ലാ ആസൂത്രണ സമിതി. ആർട്ടിക്കിൾ 243 ZE മെട്രോപൊളിറ്റൻ ആസൂത്രണ സമിതി. ആർട്ടിക്കിൾ 263 അന്തർ സംസ്ഥാന കൗൺസില്, ഇന്റർ സ്റ്റേറ്റ് കൗൺസില്. ഓക്കെ, ആർട്ടിക്കിൾ 280 ധനകാര്യ കമ്മീഷൻ. ആർട്ടിക്കിൾ 279A ചരക്കു സേവന നികുതി കൗൺസിൽ. ആർട്ടിക്കിൾ 315-323 UPSCയും സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനും. ആർട്ടിക്കിൾ 324 ദേശീയ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 338 ആർട്ടിക്കിൾ ദേശീയ പട്ടികജാതി കമ്മീഷൻ. 338A ആർട്ടിക്കിൾ പട്ടിക വർഗക്കാർക്കായുള്ള ദേശീയ കമ്മീഷൻ. ആർട്ടിക്കിൾ 338B പിന്നോക്ക വിഭാഗങ്ങൾക്കായുള്ള ദേശീയ കമ്മീഷൻ. ആർട്ടിക്കിൾ 339 പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ. 340 പിന്നാക്ക വിഭാഗ കമ്മീഷൻ. 344 ഔദ്യോഗിക ഭാഷാ കമ്മീഷനും പാർലമെന്റിന്റെ ഔദ്യോഗിക ഭാഷാ സമിതിയും. 350B ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കായുള്ള സ്പെഷ്യൽ ഓഫീസർ. ഓക്കെ, കേരളത്തിലെ ഭരണഘടനാ സ്ഥാപനങ്ങൾ അഡ്വക്കേറ്റ് ജനറൽ 165, സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ 243K, സംസ്ഥാന ധനകാര്യ കമ്മീഷൻ 243I. ഓക്കെ, ജില്ലാ ആസൂത്രണ കമ്മിറ്റി 243 ZD, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 315. ഓക്കെ, 1. കേരള ഗവൺമെന്റിന് 2013 മാർച്ചിൽ കേരള ഹൈക്കോടതി നൽകിയ മാർഗനിർദ്ദേശം ആർട്ടിക്കിൾ 243 ZD പ്രകാരം 4 മാസത്തിനകം കേരളത്തിലെ ഒരു മെട്രോപൊളിറ്റൻ പ്ലാനിംഗ് കമ്മിറ്റി രൂപീകരിക്കണമെന്ന് കേരള ഗവൺമെന്റിന് 2023 മാർച്ചിൽ കേരള ഹൈക്കോടതി നൽകിയ മാർഗനിർദ്ദേശം ആർട്ടിക്കിൾ 243 ZD പ്രകാരം 4 മാസത്തിനകം കേരളത്തിൽ ഒരു മെട്രോപൊളിറ്റൻ പ്ലാനിംഗ് കമ്മിറ്റി രൂപീകരിക്കണമെന്ന്. ഓക്കെ, അഡ്വക്കേറ്റ് ജനറൽ ആർട്ടിക്കിൾ 165 സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ നിയമ ഉപദേശകനാണ് അഡ്വക്കേറ്റ് ജനറൽ. അറ്റോർണി ജനറലോ ആർട്ടിക്കിൾ 76 കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമ ഉപദേശകനാണ് അറ്റോർണി ജനറൽ. ഓക്കെ, അഡ്വക്കേറ്റ് ജനറൽ. ഓക്കെ, ആർട്ടിക്കിൾ 165 പ്രകാരം സൃഷ്ടിക്കപ്പെട്ട ഒരു ഭരണഘടനാ ഓഫീസാണ് അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസ്. ആർട്ടിക്കിൾ 165. അറ്റോർണി ജനറൽ ആർട്ടിക്കിൾ 76. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയിൽ അഡ്വക്കേറ്റ് ജനറലിന്റെ അധികാരവും പ്രവർത്തനങ്ങളും വ്യക്തമാക്കിയിട്ടുള്ള ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 165, 177. 165, 177. നിയമനം നടത്തുന്നത് ആരാണ്? ഗവർണറാണ്. ഗവർണർ അഡ്വക്കേറ്റ് ജനറലിനെ നിയമനം നടത്തുന്നത് ഗവർണറാണ്. ആർട്ടിക്കിൾ 165 1. ഓരോ സംസ്ഥാനത്തിന്റെയും ഗവർണർ ഒരു ഹൈക്കോടതി ജഡ്ജിയായി നിയമിക്കുന്നതിന് യോഗ്യതയുള്ള ഒരു വ്യക്തിയെ
സംസ്ഥാനത്തിന്റെ അഡ്വക്കേറ്റ് ജനറലായി നിയമിക്കുന്നു. 165(1). കാലാവധി എത്രയാണ്? അഡ്വക്കേറ്റ് ജനറലിന്റെ കാലാവധി എന്ന് പറയുന്നത് ഗവർണർക്ക് പ്രീതി ഉള്ളിടത്തോളം അഡ്വക്കേറ്റ് ജനറലിന് ചുമതലയിൽ തുടരാം. ഗവർണർക്ക് പ്രീതി ഉള്ളിടത്തോളം അഡ്വക്കേറ്റ് ജനറലിന് ചുമതലയിൽ തുടരാം. പ്രതിഫലം ഗവർണർ നിശ്ചയിക്കുന്ന പ്രതിഫലം ലഭ്യമാകും. ആർട്ടിക്കിൾ 165(3). ചുമതലകൾ എന്തൊക്കെയാണ്? 165(2). നിയമപരമായ കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിന് ഉപദേശം നൽകുക. 177. സഭയിലോ നിയമസഭാ കമ്മിറ്റികളിലോ പങ്കെടുക്കാനും സംസാരിക്കാനും അവകാശം. വോട്ട് ചെയ്യാൻ അർഹതയില്ല. അഡ്വക്കേറ്റ് ജനറലിന് വോട്ട് ചെയ്യാൻ അർഹതയില്ല. അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസ്: അഡ്വക്കേറ്റ് ജനറൽ, അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ, പബ്ലിക് പ്രോസിക്യൂട്ടർ, അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ, ഗവൺമെന്റ് പ്ലീഡർമാർ, സ്റ്റേറ്റ് അറ്റോർണി, ഒഫീഷ്യൽ ട്രസ്റ്റി, സ്റ്റാൻഡിംഗ് കൗൺസിൽ എന്നിവരടങ്ങുന്നതാണ് അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസ്. കേരളത്തിലെ നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? അഡ്വക്കേറ്റ് കെ ഗോപാലകൃഷ്ണ കുറുപ്പാണ്. കേരളത്തിലെ നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ അഡ്വക്കേറ്റ് കെ ഗോപാലകൃഷ്ണ കുറുപ്പ്. നോക്കാം. കേരള ഗവൺമെന്റ് അപ്പോയിന്റ്സ് കെ ഗോപാലകൃഷ്ണ കുറുപ്പ് ആസ് ദി അഡ്വക്കേറ്റ് ജനറൽ. ഓക്കെ, കെ ഗോപാലകൃഷ്ണ കുറുപ്പ് ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറൽ. അറ്റോർണി ജനറൽ ഫോർ ഇന്ത്യ: ആർട്ടിക്കിൾ 76 ആർ വെങ്കട്ട രമണിയാണ്. ആർ വെങ്കട്ട രമണി. ഓക്കെ. അടുത്ത കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ 1950 ജനുവരി 25 വന്നത്. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ 1950 ജനുവരി 25. ആർട്ടിക്കിൾ 324 കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ. ആർട്ടിക്കിൾ 324 1950 ജനുവരി 25. പാർട്ട് 15 പാർട്ട് 15. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത് ഡിസംബർ 3 1993. ഡിസംബർ 3 1993. ആർട്ടിക്കിൾ 243 ആണ്. പാർട്ട് 9. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ 243 ആർട്ടിക്കിൾ 243 ആർട്ടിക്കിൾ 243 സ്വയം ഭരണ സ്ഥാപനമാണ്. ഭരണഘടനാ സ്ഥാപനം. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് സ്വയം ഭരണ സ്ഥാപനം, ഭരണഘടനാ സ്ഥാപനം, കോസി ജുഡീഷ്യൽ സ്ഥാപനം. സംസ്ഥാനത്തെ പഞ്ചായത്തുകളിലേക്കും മുനിസിപ്പാലിറ്റികളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനും വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനും മേൽനോട്ടം വഹിക്കുക. ക്വാസി ജുഡീഷ്യൽ അധികാരം: അംഗങ്ങളുടെ അയോഗ്യത സംബന്ധിച്ച തർക്കങ്ങളിലും കൂറുമാറ്റ നിരോധന നിയമപ്രകാരം കമ്മീഷൻ മുമ്പാകെ ഫയൽ ചെയ്യുന്ന ഹർജികളിലും തീരുമാനമെടുക്കുന്നതിന് ജുഡീഷ്യൽ അധികാര സ്ഥാനമായും കമ്മീഷൻ പ്രവർത്തിച്ചു വരുന്നു. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് 243 1. ഓക്കെ. ഹു അപ്പോയിന്റ്സ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ? ആരാണ്? ദി സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ ഈസ് അപ്പോയിന്റഡ് ബൈ ദി ഗവർണർ ഓഫ് ദി റെസ്പെക്റ്റീവ് സ്റ്റേറ്റ്. ഓക്കെ, ഗവർണർ ആണ്. 243 കാലാവധി 5 വർഷം ഓർ 65 വയസ്സ്. 5 വർഷം ഓർ 65 വയസ്സ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആർട്ടിക്കിൾ 324 കാലാവധി 6 വർഷം 65 വയസ്സ്. 6 വർഷം ഓർ 65 വയസ്സ്. കേരള സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ 3 ഡിസംബർ 1993. 3 ഡിസംബർ 1993 വന്നത്. എ ഷാജഹാൻ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ. 7th സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ ആണ് എ ഷാജഹാന്. 7th സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ. ഓക്കെ, എ ഷാജഹാൻ IAS ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? MSK രാമസ്വാമിയാണ്. MSK രാമസ്വാമി. സെക്രട്ടറി ആരാണ്? ശ്രീമതി ഗീത JR. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ് സെക്രട്ടറി ഗീത JR. ഓക്കെ. 1950 ജനുവരി 25 കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നു. കേന്ദ്ര ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഇപ്പോഴത്തെ രാജീവ് കുമാർ ആണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ. ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? സുകുമാർ സെൻ ആണ്. സുകുമാർ സെൻ. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കുന്നതിനുള്ള നടപടിക്രമം ഹൈക്കോടതി ജഡ്ജിയുടേതിന് സമാനമാണ്. പാർലമെന്റിന്റെ ശുപാർശ പ്രകാരം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ രാഷ്ട്രപതിയുടെ ഉത്തരവിലൂടെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് പുറത്താക്കാം. നീക്കം ചെയ്യാനുള്ള കാരണങ്ങൾ
തെറ്റായ പെരുമാറ്റം അല്ലെങ്കിൽ കഴിവില്ലായ്മ. ചീഫ് ഇലക്ടറൽ ഓഫീസർ. ചീഫ് ഇലക്ടറൽ ഓഫീസർ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേതൃത്വം നൽകുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിക്കുന്ന ഓഫീസർ. കേരളത്തിലെ നിലവിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ്? സഞ്ജയ് കൗൾ ആണ്. സഞ്ജയ് കൗള്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേതൃത്വം നൽകുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിക്കുന്ന ഓഫീസറാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ. കേരളത്തിലെ നിലവിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് കൗൾ ആണ്. സഞ്ജയ് കൗള്. സഞ്ജയ് കൗൾ. ഓക്കെ, നോക്കാം. സഞ്ജയ് കൗൾ. ഓക്കെ, ഫോമർ ജഡ്ജ് ആൻഡ് ലോയർ ആണ്. കേരളത്തിൽ പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി എന്നിവയുടെ അതിർത്തി നിർണയം ആരുടെ ചുമതലയാണ്? സ്റ്റേറ്റ് ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ചുമതലയാണ്. കേരളത്തിലെ പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി എന്നിവയുടെ അതിർത്തി നിർണയം ആരുടെ ചുമതലയാണ്? സ്റ്റേറ്റ് ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ചുമതല. സ്റ്റേറ്റ് ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറാണ്. ഓക്കെ, ലോക്സഭ, നിയമസഭാ മണ്ഡലങ്ങളുടെ പുനർനിർണയം ആരുടെ ചുമതലയാണ്? ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ചുമതലയാണ്. ഡീലിമിറ്റേഷൻ കമ്മീഷൻ അംഗങ്ങള് സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജി, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, അതുപോലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരാണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ അംഗങ്ങൾ. ആരൊക്കെ? സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജി, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ. വോട്ടവകാശം നിയമ അവകാശമാണ്. പ്രായപൂർത്തി വോട്ടവകാശം, യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ഓർ സഫ്രേജ് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 326 ആണ്. ആർട്ടിക്കിൾ 326, ആർട്ടിക്കിൾ 326. ഓക്കെ, 3 × 2 = 6. അപ്പൊ 326. ഓക്കെ, വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 കുറച്ച ഭരണഘടനാ ഭേദഗതി 61ാം ഭേദഗതിയാണ്. 61ാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് 1989 നിലവിൽ വന്നു. വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 കുറച്ചപ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു? രാജീവ് ഗാന്ധിയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്നതിനുള്ള പ്രായപരിധി 21 വയസ്സ്. രാഷ്ട്രപതി 35 വയസ്സ്. ഉപരാഷ്ട്രപതി മിനിമം 35 വയസ്സാവണം. രാജ്യസഭയിലേക്ക് 30 വയസ്സാവണം മിനിമം. ലോക്സഭയിലേക്ക് 25 വയസ്സായാൽ മതി. സംസ്ഥാന നിയമസഭയിലേക്കും 25 വയസ്സ്. ഓക്കെ, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർ നാമനിർദ്ദേശിക പത്രിക സമർപ്പിക്കുന്നതും പിൻവലിക്കുന്നതും ആരുടെ മുന്നിലാണ്? വരണാധികാരി മീൻസ് റിട്ടേണിംഗ് ഓഫീസർ. തെരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരത്തിൽ പോളിംഗ് ബൂത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന ഓഫീസർ പ്രിസൈഡിംഗ് ഓഫീസർ ആണ്. തെരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരത്തിൽ പോളിംഗ് ബൂത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന ഓഫീസർ പ്രിസൈഡിംഗ് ഓഫീസർ. രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുന്നതും ചിഹ്നം അനുവദിക്കുന്നതും ആര്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 326, അനുച്ഛേദം 326. ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലം ഹിമാചൽ പ്രദേശിലെ ചിനി താലൂക്കിലാണ്. ശ്യാം ചരൺ നേഗി ആദ്യ വോട്ടർ. ആരാണ് ഇന്ത്യയിലെ ആദ്യ വോട്ടർ? ശ്യാം ചരൺ നേഗി. ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലം ഹിമാചൽ പ്രദേശിലെ ചിനി താലൂക്കിൽ. ഓക്കെ, താഴെ പറയുന്നതിൽ ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത് ഏത്? കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, സംസ്ഥാന ധനകാര്യ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. 1ഉം 2ഉം ഉണ്ട്. അല്ലാത്തത് ചോദിച്ചത്. അല്ലാത്തത് 1ഉം 2ഉം ഭരണഘടനാ സ്ഥാപനമാണ്. കേരള PSCയും അതുപോലെ സംസ്ഥാന ഫൈനാൻസ് കമ്മീഷനും ധനകാര്യ കമ്മീഷനും. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാന വിവരാവകാശ കമ്മീഷനും ഭരണഘടനാ സ്ഥാപനം അല്ല. താഴെ പറയുന്നവയിൽ ഏതാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏതാണ്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോക്കാം. അനുച്ഛേദം ഏതായിരിക്കും? സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ ആർട്ടിക്കിൾ 243K, 243ZA. ഓക്കെ, 243K ആണ് അനുച്ഛേദം. 243K. ഓക്കെ, സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ
243K പാർട്ട് 9 ആണ്. നഗരസഭാ ഇലക്ഷൻ നടത്തുന്നതിനുള്ള ചുമതലയും സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനിൽ നിക്ഷിപ്തമാണ് എന്ന് അനുശാസിക്കുന്ന അനുച്ഛേദം 243ZA ആണ്. പാർട്ട് 9A. ഓക്കെ. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ 243K പാർട്ട് 9. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ നിയമനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? നിയമിക്കുന്നത് ഗവർണറാണ്. ശരിയാണ്. കാലാവധി 65 വയസ്സ് തികയുന്നത് വരെയോ അല്ലെങ്കിൽ പരമാവധി 5 വർഷമോ ആകുന്നു. ശരിയാണ്. ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം 243K വകുപ്പ് പ്രകാരമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത്. ശരിയാണ്. ഓക്കെ, എല്ലാം ശരി. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഓഫീസിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള പ്രക്രിയയിലെ പങ്കാളികൾ ആരൊക്കെയാണ്? പാർലമെന്റിന്റെ ഇരുസഭകളും. ശരിയാണ്. കേന്ദ്ര മന്ത്രിസഭ തെറ്റാണ്. ഇന്ത്യൻ പ്രസിഡന്റ് ശരിയാണ്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? സംസ്ഥാനത്തെ പഞ്ചായത്തുകളിലേക്കും മുനിസിപ്പാലിറ്റികളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നു. അതിനായി വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിന് മേൽനോട്ടം വഹിക്കുന്നു. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ്. ശരിയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അതിർത്തി പുനർനിർണയം ചെയ്യുന്നു. തെറ്റാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അതിർത്തി പുനർനിർണയം ചെയ്യുന്നത് ആരാണ് അപ്പോ? അത് ഡീലിമിറ്റേഷൻ കമ്മീഷൻ അല്ലേ? ഡീലിമിറ്റേഷൻ കമ്മീഷനാണ്. ലോക്സഭ നിയമസഭ മണ്ഡലങ്ങളുടെ പുനർനിർണയം ആരുടെ ചുമതലയാണ്? ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ചുമതല. സ്റ്റേറ്റ് ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ചെയർമാന് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറാണ്. കേരളത്തിൽ പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി എന്നിവയുടെ അതിർത്തി നിർണയം ആരുടെ ചുമതലയാണ്? സ്റ്റേറ്റ് ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ചുമതലയാണ്. ഓക്കെ. അടുത്തത്, ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏത് ബോഡിയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതാണ്. സംസ്ഥാന നിയമസഭ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയാണ്. വൈസ് പ്രസിഡന്റ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയാണ് ചുമതലകളിൽ പെടുന്നതാണ്. പാർലമെന്റ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളിൽ പെടുന്നതാണ്. ഓക്കെ. അഡ്വക്കേറ്റ് ജനറലിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ സാംഗത്യം പരിശോധിക്കുക. ഇന്ത്യൻ ഭരണഘടനയിലെ 165, 177 ആർട്ടിക്കിളുകൾ അഡ്വക്കേറ്റ് ജനറലിന്റെ അധികാരവും പ്രവർത്തനങ്ങളും വ്യക്തമാക്കുന്നു. ശരിയാണ്. അഡ്വക്കേറ്റ് ജനറലിന്റെ കാലാവധി 5 വർഷം. അങ്ങനെ കാലാവധി ഒന്നുമില്ല. ഗവർണേഴ്സ് ഡിസ്ക്രിപ്ഷൻ ആണ്, ഗവർണേഴ്സ് പ്ലഷർ. ഓക്കെ. സംസ്ഥാന ഗവർണർ ഹൈക്കോടതി ജഡ്ജിയായി നിയമിക്കുന്നതിന് യോഗ്യതയുള്ള ഒരു വ്യക്തിയെ സംസ്ഥാനത്തിന്റെ അഡ്വക്കേറ്റ് ജനറലായി നിയമിക്കുന്നു. ആർട്ടിക്കിൾ 165(1) പ്രകാരം. ശരിയാണ്. അപ്പൊ 1, 3 ആണ് ശരി. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിംഗ് മീ. വിൽ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.